ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമോളൂസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒരു സഞ്ചി തുണിയൊക്കെ ആയിട്ട് ഞാൻ തയ്ക്കാൻ കൊടുക്കാൻ പോകണം. കാരണം എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നല്ല നല്ല കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ എനിക്ക് ചേട്ടായി മേടിച്ചു തന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചേട്ടായിക്ക് 100 രൂപയ്ക്ക് കുറി അടിച്ചിട്ട് അങ്ങനെ കണ്ട് കിട്ടിയതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ചെറിയ കുഞ്ഞി കുർത്ത മാതിരി ജീൻസിനുള്ള ടോപ്പ് മാതിരി തയ്പ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനൊക്കെ തയ്പ്പിക്കണമെങ്കിൽ എടി അത് അങ്ങനെ തയ്ക്കും ഇങ്ങനെ തയ്ക്കുന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എനിക്ക് സന്തോഷിൻ്റെ സിന്ധുവിൻ്റെ അടുത്തോട് തന്നെ ചെല്ലുന്നത് നല്ലത്. പിന്നെ കുറേ ദിവസം മുമ്പുണ്ടല്ലോ ഒരു ഷാൾ അവളോട് അടിച്ച് തരണമെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ നെറ്റ് മേടിച്ചിട്ട് കൊണ്ട് കൊടുത്തു. ഇതുവരെ അടിച്ച് തന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ച് മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി സന്തോഷിൻ്റെ അവിടെ വരെ പോവാണ് കേട്ടോ. പിന്നെ കുറേ ദിവസമായില്ലേ പോയിട്ട്. അപ്പം പോയിട്ടൊക്കെ വരാം. അമ്മേനെ ഇന്നലെ കണ്ടതായതുകൊണ്ട് അമ്മേനെ ഇനിയിപ്പം പിടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പോയിട്ടൊക്കെ വരാം. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങൾ, പിന്നെ ഉപ്പാറേന്ന് 1-2 കുഞ്ഞി സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അയ്യോ കൂട്ടനാണെ ഒരു വെയിലത്തായിരിക്കണം കേട്ടോ. അയ്യോ ഞാനേ അന്ന ചേച്ചിയുടെ അടുത്തിട്ട് വന്നേക്ക് കേട്ടോ. അന്ന ചേച്ചിന്നൊന്നും അല്ല പേര്, ഞങ്ങളങ്ങ് പേര് ഇട്ടേക്കും കേട്ടോ. അന്ന കളക്ഷൻസിലെ ചേച്ചി നല്ല അടിപൊളി സാരി കേട്ടോ. തീരെ വിലക്കുറവ്. ഇതിൻ്റെ വില കാണുമ്പോഴത്തേനും തന്നെ നമുക്ക് എടുക്കാൻ തോന്നും കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 459 രൂപ, 459 രൂപ. ഇത് നോക്ക്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സൂപ്പർ സാരി. വിരിച്ച് കാണിച്ച് അടിപൊളി. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാം. എനിക്ക് ഇച്ചിരി ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ നല്ല സൂപ്പർ നെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നല്ലോ. 100 രൂപ അല്ലേ ഈ നെറ്റിന്? ഉടുപ്പൊക്കെ തയ്ക്കാൻ നല്ല, ഉടുപ്പും ടോപ്പൊക്കെ തയ്ക്കാൻ നല്ല പീച്ച് കളറ്. സൂപ്പർ അടിപൊളി. ഞാനെടുത്തു കേട്ടോ. അതെ എനിക്കെടുത്തു. എനിക്ക് ലൈനിങ് എടുക്കാൻ കിട്ടുമെന്ന് ഞാൻ ലൈനിങ് ഒക്കെ എടുത്തതുകൊണ്ടോ നോക്കിയ സാരികൾ. ഇതെന്നോട് എടുക്കെന്നും പറഞ്ഞ് നിർബന്ധിക്കുക കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതുകൊണ്ട് അപ്പം ഞാൻ ചുരിദാർ തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. എനിക്ക് എൻ്റെ മക്കളൊക്കെ അയച്ചു തന്നു. പിന്നെ ചേട്ടായിക്ക് ഇത് 100 രൂപയ്ക്ക് ഇട്ട് തരി. ചേട്ടായിക്ക് കൂപ്പൺ അടിച്ചാ. 100 രൂപയ്ക്ക് നഷ്ടമുണ്ടോ? ഇല്ല, 100 രൂപ കൊടുത്തപ്പോ കുറി അടിച്ചതാ. എന്നിട്ട് കണ്ണന്റെ കണ്ണന്റെ നിശ എടുത്തപ്പോ കുറി അടിച്ചാ. അതായത് നിശ ഉണ്ടായിരുന്നു. നിശയോടും ചേട്ടായി പറഞ്ഞ എന്നാണ്ട് എടുക്കാം. അവൾക്ക് 900 സാധനം കിട്ടി. ഇത് 100 രൂപയ്ക്ക് ഇട്ടാ. പിന്നെ എന്തെങ്കിലും ചുമ്മാ നടക്കാൻ പോകുമ്പോൾ ഇടാലോ. നീളം വിധിയില്ല. ചുമ്മാ നടക്കാൻ പോകുമ്പോൾ ഇടാലോ. പിന്നെ എൻ്റെ ഇത് നല്ല സൂപ്പറായിട്ട് തയ്പ്പിക്കാന്ന് വിചാരിച്ചു. ചിപ്പി ആയ സമയം ഞാൻ എവിടെ പോയാലും ഇതിരുന്നതിന് ചിപ്പിനെ കളിയാക്കാം. സത്യം കണ്ട് മടുത്തത്. ഏതെങ്കിലും പറഞ്ഞ പോയില്ല, നല്ലല്ലായിരുന്നു ഇത്. ഇട്ടാലും നല്ലതാ. കട്ടപ്പനയ്ക്ക് പോകാൻ വിളിച്ചാലും ആലപ്പുഴയ്ക്ക് പോകാൻ വിളിച്ചാലും എവിടെ പോയാൽ വിളിച്ചാലും അതായിട്ടുള്ളവരുള്ളൂ. അതെനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെടും. ഞാൻ ചിപ്പി എപ്പോഴും പറയും ഏതെങ്കിലും ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഇടുള്ളൂ. അപ്പൊ ഇനി അടുത്ത് ഇനിയും ഇതായിരിക്കും കൊറേ നാളത്തേക്ക്. നല്ല കളറല്ലേ? നല്ല ഷോളുവാ. സൂപ്പർ കോട്ടൺ. ഞാൻ ഷോളോട് വെച്ചിട്ടാ വന്നേ. അതും കൂടി ചുമന്നുകൊണ്ട് വരണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടപ്പോൾ എനിക്ക് ചുമ്മാ ഒരു ഈ ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്ന സൈസ് കുഞ്ഞു ടോപ്പില്ലേ, അങ്ങനത്തെ ഒരു ടോപ്പ് തയ്പ്പിക്കാന്ന് വിചാരിച്ചു. എന്നാൽ ഇതും കൂടെ ഒരെണ്ണം തയ്ച്ചു വെച്ചാൽ പറഞ്ഞ ഇതിന് പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ. അല്ല പിന്നെ എന്നാ കൊടുക്കാനോ. ഇതിപ്പോ അമ്മ ഉണ്ടാകും കേട്ടോ. എന്റെ വീട്ടിൽ വേണ്ടോടി അപ്പടിയാടി ഇപ്പടിയാടി എന്ന് ചോദിച്ചാല് സന്തോഷത്തി കിടപ്പയോ. അപ്പൊ ഇത് ഞാൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടാവണം. ഇത് ചെറിയൊരു ടോപ്പും കൂടെ തയ്ച്ചു. അപ്പൊ ഞാൻ എപ്പോൾ തുണി തയ്ക്കാൻ വന്നാലും സിന്ധുവിന് ഭയങ്കര തിരക്കാം. ഇന്ന് എന്നോട് പറഞ്ഞു ഈ ആഴ്ച ഒന്നും ചോദിച്ചു പോകാനില്ല. ഞാനൊരു 10 മാസം മുമ്പ് ഒരെണ്ണം കൊണ്ട് കൊടുത്തത് പറയുള്ളൂ. അല്ല ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഭയങ്കര പണി കഴിയുന്നത് അങ്ങനെയാ. അവർക്ക് അപ്പൊ ഇച്ചിരി തിരക്കാന്നാ പറഞ്ഞ. പിന്നെ ഞാനൊരു 18-ാം തീയതി എങ്കിലും എനിക്ക് തരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അറേ അതിന്റെ തയ്യലുണ്ടോ? നമ്മുടെ വീട്ടുകാരുടെ മൊത്തം ഓക്കെ തയ്ക്കാനുണ്ട്. ഞാൻ ആകുന്നേരം കല്യാണത്തിനുള്ള ഒരു ബ്ലൗസ് ഞാൻ തയ്ക്കാൻ കൊടുത്തു. ബ്ലൗസ് നിനക്ക് പാടാനുള്ളത് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വേറെ കൊടുത്തു. ഇത്രയും തയ്ച്ച ഇത് ഒരു 20-ാം തീയതി. അതിന്റെ അപ്പുറത്തോട്ട് പോയിക്കില്ല. 22 എനിക്ക് 24-ാം തീയതി ഉണ്ട്. ഇവിടെ വന്നിട്ടേ ഒന്നും കഴിക്കാതെ പോകാന്ന് ഓർത്താ. പക്ഷെ 1 മണിയായി. അപ്പം പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് വന്നാൽ കേട്ടോ. ഇവിടെ വന്നാൽ മാത്രം സമയം ഇതിലേ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് സമയം കഴിയും. പിന്നെ ഇന്ന് തയ്ക്കേണ്ടത് അത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കുറച്ച് അങ്ങനെ സമയം പോയി. അപ്പം നല്ല സൂപ്പർ ചക്ക വേവിച്ചതും
നല്ല എല്ല് കറി. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. ചേട്ടായി പറയുന്ന കണക്ക് ചക്കയുടെ നടുക്കോട്ടൊരു കുഴി കുഴിക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. കപ്പ ബിരിയാണിക്ക് കൊണ്ടുവന്നാണോ? അത് ശരി. എനിക്കും ചക്ക കിട്ടി. ചക്ക കിട്ടിട്ട് നീ എന്നെ അടിയെ വിളിക്കാൻ. ഞാൻ സൂത്രം പറഞ്ഞിട്ട് പോയതല്ലേ ഇതിനോട്. ആണോ? അല്ല എനിക്ക് കിട്ടി. ഞാൻ ഇവളോട് പറഞ്ഞു ശ്രദ്ധിച്ചില്ല. എനിക്ക് കിട്ടി. ആണോ? സൂസമ്മ ചേച്ചി എനിക്ക് തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം വേവിച്ചു. പിന്നെ കുമാരിയമ്മ ഒരു ദിവസം തന്നു. കുമാരിയമ്മയുടെ അവിടെ ഇന്നലെ അച്ഛമ്മ പോയി. വീടൊക്കെ ഇഷ്ടപ്പെട്ടു. ഇന്നലെ പുളിച്ചൊക്കെ കിട്ടി. ഇത് ഇങ്ങനെ ഈ ചക്ക ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഈ ചാറ് തൊട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഒരു പീസും കൂടെ വെച്ചിട്ട് ഇതേ വേണോ? ആർക്കെങ്കിലും വേണോ? വായത്തന്നെ കഴിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നേ. 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നേ. എന്നാ ഇങ്ങനെ കാണുമ്പോ അതെ ഒരു ഇഷ്ടം തോന്നും ഭയങ്കരമായിട്ട്. എന്നോട് പറഞ്ഞു നല്ല ചക്ക വേവിച്ചത് നല്ല എലേറിയായിരുന്നു. വയറ് നിറച്ച് ഞാൻ കഴിച്ചിട്ടൊന്നു. എനിക്ക് ചായ വേണ്ട. ഞാൻ പറഞ്ഞ വരേ ചായ കുടിക്കും. പരിപ്പോടെ തന്നെ ഉള്ളിവിടെ തന്നെ. ഞാൻ ചക്ക തിന്നത് ശരിയാ. ചായ കൊടുത്തിട്ടാ. പിന്നെ ഞാൻ നിർബന്ധിച്ച് ചായ കൊടുത്തു. അങ്ങനെ എന്നോട് നല്ല സൂപ്പറായിരുന്നു. അന്നേരം വേവിച്ചാണോ? ഇന്ന് രാവിലെ വേവിച്ചാണോ ഇത്? ആണോ? അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഇനി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. അപ്പൊ പോവാ കേട്ടോ. ഒന്നുമില്ലാതെ നമ്മളോട് ഒന്ന് പോകാൻ പാടില്ലെന്നാ. ആകെപ്പാടെ ഒരു പേരക്കേ ഇപ്രാവശ്യം ഉണ്ടായുള്ളൂ. അതെനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പേരക്കയും ഒക്കെ ആയിട്ട് പോവാ. ഒരുത്തി എമർജൻസി ഭയങ്കര ധൃതി തയ്യലും കാര്യങ്ങളും കേട്ടോ. കാരണം കല്യാണം പ്രമാണിച്ചേ ശരി തയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. കിട്ടുമ്പോഴല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ തയ്ക്കട്ടെ. ഇപ്പൊ സീസണാ. കല്യാണമല്ലേ? കല്യാണമല്ലേ. അപ്പൊ തയ്ക്കട്ടെ. ഞാൻ പോവാ. എന്നാന്നറിയോ, മഴ മൂടൽ നല്ലതായിട്ട് മൂടി വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി കുമാരിയമ്മയുടെ വീട്ടിൽ തരുന്ന ഇത്രയും ദിവസം എന്നാന്ന് വെച്ചാൽ കയറ്റിക്കൊണ്ട് പോകത്തില്ല നമ്മുടെ അങ്ങോട്ട് ചെളി. അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ ചെല്ലുവാണെങ്കിൽ കയറ്റി ഇടാലോ. അതുകൊണ്ട് പോവാ. ഉച്ചകഴിഞ്ഞ് മഴ സഹായിക്കാം എങ്ങനെയും. ഇടിയോ? ഒരു രക്ഷയില്ലാത്തടി. നമ്മുടെ ആ കേബിള് കെട്ടിയിരുന്നോണ്ടോ കേട്ടോ നമ്മുടെ ആ സാധനങ്ങൾ മൊത്തം പോയത്. പക്ഷെ അത് അഴിച്ചു മാറ്റിപ്പോയില്ല. അത് കഴിഞ്ഞ് ഞാനൊക്കെ ഭയങ്കര ഇടിയായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എല്ലാവരും പോകുമെന്ന് നോക്കാമെന്ന്. പക്ഷെ ഒന്നും പോയില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ആ സാധനം കിട്ടിയിരുന്നോണ്ടാ ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് നഷ്ടം. അതേ കൂടെ കറണ്ട് വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. അതിന് പ്ലാസ്റ്റിക് വരെ ഉരുകി. ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് വരെ ഉരുകിപ്പോയി. ഇല്ല ഒന്നേ ഒന്നും പറയണ്ട. എന്നാ പോട്ടെ. അമ്മ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴേ എനിക്കൊരു ചെറിയൊരു മൂഡൗട്ടൊക്കെ. സത്യമായിട്ട് എന്തോ എന്നാ പറഞ്ഞാലേ എന്തോ എനിക്ക് എല്ലാവരും മരുന്നും ഇഷ്ടമാണ്. പക്ഷെ ആരും പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്നെ ചെയ്യാനാ. പക്ഷെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അവർ പോവുകയല്ലേ. ആരാണെങ്കിലും വരുന്നാൽ നിൽക്കത്തില്ല അല്ലേ. അവർ വരുന്നു പോകുന്നു. പിന്നെ ഇങ്ങനെ കയറി വരാനായിട്ട് ഉള്ളപ്പോഴല്ലേ അല്ലേ. അതൊരു സന്തോഷം. പിന്നെ അമ്മ പോയതിൻ്റെ പുറകെ ഞാനും വിട്ടടിച്ച് അങ്ങോട്ട് പോയി സന്തോഷനോട് മാത്രമല്ല. എനിക്ക് വേറെ ഒരു 3-4 കാര്യം ഉണ്ടായിരുന്നേ. സംഘത്തിൻ്റെ ഒക്കെ 1-2 ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ കുടുങ്ങുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ പെട്ടെന്ന് ഇടി കുടുങ്ങുന്നതിനൊക്കെ മുമ്പേ പെട്ടെന്ന് അലക്കി പിറക്കി കുളിച്ച് പിറക്കകത്ത് കയറുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. കുളിക്കാൻ പോലും നമുക്ക് ഇടിയാണെങ്കിൽ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ബാക്കി പണിയൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വഴി റെഡിയാക്കുക കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വലിയ കുഴിയായിരുന്നേ. അപ്പോൾ നല്ല സെറ്റാണ്. മൊത്തം ഇങ്ങനെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ. സൈഡൊക്കെ റെഡി ആക്കിയിട്ടാണ് പണിയുന്നത്. അതൊരു നല്ല നിൽക്കുന്നുണ്ടോ ഷിബു? സുന്ദരിത് കാണിച്ചത് മൊത്തം കുറ്റി പൊളിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും മണ്ണെല്ലാം ഇളക്കി ആക്കിയിട്ട് ചെയ്യുന്നുണ്ടേ. ഒരു സുന്ദരി മറിയാമ്മ വന്നു. അതേപടി പോവാണ് കേട്ടോ. വല്യപ്പം കൊണ്ടുവിടാൻ പോണം. എവിടെയാ? പരപ്പിനാണോ? അല്ല, ആറ്റിൽ കൂടെ ഇറങ്ങി കിടക്കാൻ പാടായിരിക്കും. വെള്ളമായെന്ന് തോന്നുന്നു. പോയോ? ആണോ? ഇന്നാണോ അവള് പോയേ? ആണോ? ഇന്നലെ വൈകിട്ട് പോകാനായിട്ട് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ആണോ? അല്ല മഴയില്ലായിരുന്നു വൈകിട്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് മഴയായിപ്പോയി. അപ്പൊ പിന്നെ അവൻ പറഞ്ഞു എന്നാ കോട്ടത്തിന് പോന്നേ?
കോട്ടയത്തിന് ശനിയാഴ്ച പോകും 2 ദിവസം വരെ അവിടെ ഓരോരോ രോഗികളെ ശുശ്രൂഷിക്കിച്ചല്ലേ. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കയറിപ്പോ സമയം കിട്ടില്ല. കുഴപ്പമില്ല, വേദനയുണ്ട്, ചങ്കിനൊരു വേദനയുണ്ട്. ആണോ? ടൂറ് പോകുന്ന എങ്ങനെ പോകും? അപ്പൊ ടൂറ് കൊണ്ടുപോകണില്ല, അവിടെ ഇരുത്തത്തേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു അനങ്ങിയിട്ടുണ്ട്, ഏറ് കിട്ടുന്നുണ്ട്. അന്നാ ഞങ്ങളത് ക്യാൻസൽ ചെയ്യും. എന്റെ ദൈവമേ, ഈ സൂസമ്മ ചേച്ചി കാരണമാണേ. ഉണ്ടല്ല, ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇന്ന് ജൂലമ്മ പറഞ്ഞു വീടിന് മുറ്റത്തിന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ടുകാലി എല്ലി പിടിക്കണം ഇല്ലേ? എന്റെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തില്ല, ഇനി നടക്കുവോ? പോകാതിരിക്കാൻ പറ്റില്ല. സൂസമ്മ ചേച്ചിയുടെ കൊതിക്കായി പോകാൻ പ്ലാൻ ചെയ്തത്. ഇത്രയും വർഷമായിട്ട് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെയല്ല ഇപ്പം വിളിച്ചു തന്നാ സൂസമ്മ ചേച്ചിക്ക് പറ്റിയാലെന്നുണ്ടെ വിളിച്ചു. എന്നാ സ്നേഹമാണെന്നറിയോ, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് പോവാ കേട്ടോ. അമ്മൂനെ കാണാത്തതിൻ്റെ ഒരു സങ്കടമാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടോ. ഞാൻ പറയാം അമ്മ ഏർത്തിരിക്കുവാടിയില്ല. അയ്യോ എന്ന് വെച്ചാൽ ഞാൻ ഏർക്കാതിരിക്കുമല്ലേ, എനിക്ക് മര്യാദയ്ക്ക് ഒരു ഉമ്മ ഇങ്ങോട്ട് താസെന്ന് തോന്നുന്നു. ഞാനേ ഈ പറഞ്ഞ ഉടക്ക് കെട്ടിപ്പിടിയും ഉമ്മ കൊടുക്കുന്ന അങ്ങനെ അധികം ഇല്ല. അതാണ് എൻ്റെ ഒരു സ്വഭാവം. പക്ഷേ പിള്ളേർക്കൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ കൊടുക്കുന്നതൊക്കെ. എൻ്റെ ദൈവമേ പാവം വല്ലപ്പം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയേക്കുന്നു. ഇന്നെന്നെ ഈ സിന്ധുമ്മ വന്ന് കുത്തിയിരുന്ന് പറയാൻ തുടങ്ങുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഞാനുണ്ടല്ലോ, ഇന്ന് എനിക്ക് ഇച്ചിരി ഏറെ പണിയുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം 2 വലിയ വീഡിയോ എഡിറ്റ് ചെയ്തു, പിന്നെ ഒരു 3-4 ഷോർട്ട് വീഡിയോ എടുത്തു. പാട്ടിൻ്റെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ എടുക്കണമെങ്കിൽ ഒരു കുറച്ച് സമയം എടുക്കും. അങ്ങനെ എടുത്തു. പിന്നെ 2 ഷോർട്ട് വീഡിയോ അല്ലാണ്ട് നമ്മുടെ കുക്കിങ്ങിൻ്റെത് എഡിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അലക്കുണ്ടായിരുന്നു, തൂത്തുവാരും പരിപാടിയും ചോറും കറിയും വയ്യും. അങ്ങനെ ഇന്ന് ഇച്ചിരി ഏറെ പണിയുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഒതുക്കി വെക്കും. എനിക്കിപ്പം അങ്ങ് കണ്ടമാനം കിടന്ന് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് കാലിന് ഇന്നലെ രാത്രി മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് വേദന. ഇത് എന്നതാണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ എനിക്ക് നിൽക്കുമ്പോൾ കുറേ സമയമാകുമ്പോഴത്തേനും വേദന. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം സത്യം പറഞ്ഞാൽ സന്തോഷിൻ്റെ അവിടെ പോയ വീഡിയോ ഒരു ശകലം എടുത്തതും പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കറിയാം അത് 10 മിനിറ്റ് പോലും ഇല്ലെന്നുള്ളത്. ഇച്ചിരി സമയമൊക്കെ അത് എടുത്തുള്ളൂ. അമ്മയെ ഇല്ലായിരുന്നല്ലോ. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഇതാവും. അമ്മ ഇവിടെ നിന്ന് രാവിലെ പോയ പറയല്ലേ ഞാൻ സന്തോഷിൻ്റെ അവിടെ പോയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അമ്മ വരുന്നതിൻ്റെ അന്ന് ഞാൻ നമ്മുടെ കട്ടപ്പന 20 ഏക്കറിൽ ഒരു ഓർത്തോടെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. പൈനാവിലെ ഡോക്ടറാണ് കേട്ടോ. പൈനാവ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഓർത്തോടെ ജിസാന്ത് എന്നാണ് പേര്. അപ്പം ആളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ലതാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് വിളിച്ച് ബുക്ക് ചെയ്തതാണ് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴക്കാലമായാൽ നമുക്ക് പോക്കേ ഭയങ്കര ദുരിതമാകും. എന്നാണ്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ 1 വർഷമെങ്കിലും കഴിക്കാൻ പറയും. അതാണ് ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഹോമിയോയും ഒക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ മഴക്കാലമല്ലേ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് പോക്ക് ദുരിതമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്നോട് നമ്മുടെ സംഘത്തിലെ ഉഷേച്ച് പറഞ്ഞിട്ട് ഇത് നല്ലൊരു ഡോക്ടറാണ്, നീ ഏതായാലും മോനെ ഇവിടെയും കൂടെ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. എനിക്ക് എന്നാന്നതിൽ ഒരു 2-3 മാസമായിട്ട് എനിക്ക് ഒരു വലതുവശത്തിനും കാലിനും വേനയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ തൊഴിലുറപ്പിനാണെങ്കിലും നമ്മുടെ പണികൾക്കൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നലെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഞെക്കിയ പ്രദേശത്തൊക്കെ എനിക്ക് വേദനയുണ്ട്. അപ്പം പഴയ ആ നട്ടിലിൻ്റെ പ്രശ്നം തന്നെയാണെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ 10 ദിവസത്തിനുള്ള മരുന്ന് കുറിച്ച് തന്നു. 10,600 രൂപയായി. പിന്നെ ഡോക്ടറുടെ ഫീസ് 300. അങ്ങനെ എല്ലാം കൂടെ 10,000 രൂപയേ ആയുള്ളൂ കാര്യം. അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് മിഷനിലും മെഡിക്കൽ ട്രസ്റ്റിലൊക്കെ പോയാൽ നല്ല പൈസയാവും. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ എക്സ്റേ എടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് തേയ്മാനമൊക്കെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പിന്നെയും വേദനയാണ്, മരുന്ന് കഴിച്ചിട്ടും വേദനയാണെന്നുണ്ടെങ്കിൽ ഒന്ന് MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് എന്നതാ പ്രശ്നം എന്നുള്ളത് അറിയാൻ പറ്റും. ഏതൊരു അസുഖമാണെങ്കിലും അതിന് ചികിത്സിക്കുമ്പോഴേ എന്നതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം തൽക്കാലത്തേനൊരു വേദനയ്ക്ക് ഞാൻ തരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ ഉണ്ടായിരുന്ന മനസ്സിന് നമുക്ക് സന്തോഷമുള്ളപ്പോഴും ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അമ്മ വന്നതെന്ന് എനിക്ക് വലിയ വേദന തോന്നിയില്ല. കാര്യം ഡോക്ടറെ അടുത്ത് പോയി ബസ്സിനൊക്കെ കയറിയിട്ട് വന്നതെന്ന് പറഞ്ഞാലും വേദന ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അമ്മമ്മോനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇനി ഞാൻ കിടക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എണീറ്റ് പോയായിരുന്നു. എങ്കിലും രാത്രിയിലൊന്നും അത്ര വലിയ വേദന തോന്നിയില്ല. പക്ഷേ ഇന്നലെ മിനിയാന്ന് ഒക്കെ മരുന്ന് കഴിച്ചതല്ലേ. പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ഇന്ന് ഇച്ചിരി ഏറെ പണി ചെയ്തപ്പോഴത്തേക്കും വേദനയുണ്ട് ചെറുതായിട്ട്. അതാണ് ഞാനിവിടെ വന്ന് ഇരുന്ന് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ, നട്ടലിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. അയ്യോ സത്യമായിട്ടോ, ആർക്കും വരാതിരിക്കട്ടെ. ഓരോ പിള്ളേരെ ഒക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക്
സങ്കടമാണ്. എനിക്ക് തമ്മനയിലൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു മോളുണ്ട്, അവൾക്കൊക്കെ നടുവേന എന്നൊക്കെ പറയുന്നത് എൻ്റെ ചങ്കിനകത്ത് എന്തോ ഒരു വിങ്ങൽ പോണൊക്കെ. കാരണം എന്താണെന്നറിയോ, ഈ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ പ്രായം എന്നാ ഉണ്ട്, 10, 30, 25 ഒക്കെ വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ നടുവേന വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ജീവിതകാലം മൊത്തം എനിക്കാണെങ്കിൽ ഒരു 35 വയസ്സ് വരെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു വേദനയും തോന്നിയിട്ടൊന്നുമില്ല. ഞാനും ചാടി മറിഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ, ഓരോ ദിവസവും എനിക്ക് വേദന കൂടിക്കൊണ്ടിരിക്കുക. വേദനയുടെ ദിവസമാണോ സിന്ധുമ്മ വേദന പറയാൻ വന്നിരിക്കുന്നതാണോ നമുക്ക് ചോദിക്കും. പിന്നെ അതൊന്നുമല്ല, ഞങ്ങൾക്ക് അടുത്ത ദിവസം ടൂറാണ്. ഞാനാവുന്നു പറഞ്ഞില്ലേ, വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വേദന കാരണമാണെന്ന് തോന്നി ഈ പ്രാവശ്യം എനിക്ക് പോകാനായിട്ട് അത്രയ്ക്ക് ഒരു ഉത്സാഹമില്ല. പക്ഷേ ചേട്ടായി മുമ്പിൽ ചടി നിൽക്കുക, ഭയങ്കര ചുമയാണ്. എന്നിട്ട് പറയാം എനിക്ക് പോകാൻ നിൽക്കുമോ, റെഡിമണിയായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ചേട്ടായിക്ക് എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നാണേലും പോയേക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുക. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒത്തിരി നാളായി ചേട്ടായിട്ട്, പിന്നെ കൂട്ടുകാർ അത്രയും പേരുണ്ട്, 50 പേരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ വേദന ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ. ഇന്നുണ്ടല്ലോ മഴ പെയ്തില്ല, ഇന്നലെ ഒക്കെ മഴയായിരുന്നേ, മഴ ഇടി മിന്നലും ഒക്കെ ആയിരുന്നു. ഇന്ന് വലിയ കാര്യമായിട്ട് പെയ്തില്ല. നമ്മുടെ സൂസമ്മ ചേച്ചിയിലെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് വീണു, നമ്മുടെ ആലക്കലിൻ്റെയൊക്കെ അപ്പുറത്ത് റോഡിൽ വീണു. അതേന്നേ ഭയങ്കര പാടാണ് കയറിപ്പോൾ. സൂസമ്മ ചേച്ചിക്ക് അന്നത്തെ കാലിനൊക്കെ ഈ വിലക്കുറവാണേ. എല്ലാ വർഷവും എന്ന് പറഞ്ഞ കണക്ക് വീഴ്ചയാണ് പുള്ളിക്കാരത്തിയുടെ. എനിക്കറിയത്തില്ല, എൻ്റെ ദൈവമേ മതി. വലിയ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. സൂസമ്മ ചേച്ചിയുടെ ഒറ്റ നിർബന്ധത്തിനാണ് സംഘത്തിലെ ടൂറ് തീരുമാനിച്ചേക്കുന്നത്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് വയ്യാന്നായാൽ പിന്നെ നമുക്ക് പോകാൻ പറ്റുമോ? ഞാൻ അതിനിപ്പോൾ സംഘത്തിൽ മെസ്സേജ് ഇടുമായിരുന്നു, എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ഈ മാസം ലാസ്റ്റ് പോകാനായിട്ടായിരുന്നു അതിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു സൂസമ്മ ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മതി, കാരണം ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ പോകാമെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് പിന്നെ നന്ദോട്ടി വന്നിട്ടുണ്ടായിരുന്നു, സൂസമ്മ ചേച്ചിയുടെ മോടെ മകള്, എൻ്റെ കൂടെ പഠിച്ച ജൂലിയുടെ കൊച്ചുമോള്. വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് പോവുക. അങ്ങനെ അതുങ്ങളൊക്കെ ഒരു പ്രത്യേക സ്നേഹം കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സിന്ധുവമ്മേ കൊണ്ടുപോകണ്ട കേട്ടോ, അമ്മച്ചിയെ കൊണ്ടുപോകണ്ട, വയ്യാതെ ഇരിക്കുന്നതല്ലേ കൊണ്ടുപോകണ്ടെന്നൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ സംഘത്തിൽ ഒരു മെസ്സേജൊക്കെ ഇടുകയായിരുന്നു. എൻ്റെ ദൈവമേ, അത് അങ്ങനെ ഒരു വിഷമമായിപ്പോയി. വലിയ ആഗ്രഹിച്ചിട്ടേ ഇപ്പം 14 വർഷമായി ഞങ്ങൾ സംഘം തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഞങ്ങൾ ഈ സംഘത്തിൽ ഉള്ള അത്രയും പേരും എത്ര ചങ്കുകളായിട്ടാണ് നിൽക്കുന്നത് അറിയാമോ. എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് എല്ലാവരും ഓടി ചെല്ലുകയും ചെയ്യും, എത്തുകയും ചെയ്യും. എന്തൊരു കാര്യത്തിനാണേലും കട്ടയ്ക്ക് നിൽക്കുവേ. എൻ്റെ കാര്യത്തിനാണേലും ആരുടെ കാര്യത്തിനാണേലും എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് സുരമയായിട്ട് നിൽക്കും. അതിനകത്ത് പിന്നെ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ, ഇന്ന സമുദായക്കാർ, അല്ലെ പൈസക്കാർ, പാവങ്ങൾ, അങ്ങനൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒറ്റ കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ റെസിഡൻ്റ് അസോസിയേഷനും കേട്ടോ. ശരിക്കും എനിക്ക് എല്ലാവരോടും ബഹുമാനവും സ്നേഹമാണ്. അതിനകത്ത് എന്നാന്ന് വെച്ചാൽ നല്ല നല്ല അറിവുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അതിനകത്ത് കൂടിയതിന് ശേഷം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു റാണി ചേച്ചിയുണ്ട്. റാണി ചേച്ചി എപ്പോഴും പറയും, മോളെ അങ്ങനത്തെ സംഘടനകളിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളത് നല്ലതാണ് സിന്ധു, ഒത്തിരി നല്ലതാണ്. കാരണം അവരൊക്കെ എറണാകുളത്തും പിന്നെ പുറത്തൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഒത്തിരിയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്നാ പറയുന്നത് ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, ചേർന്നു നല്ലതാണ്, ഫാമിലി ടൂറും അങ്ങനെയൊക്കെ വരും എന്നൊക്കെ. അപ്പം വല്ലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഒന്ന് എന്നും നമ്മൾ പണിയും കാര്യങ്ങളും ഒക്കെ അല്ല, അപ്പോൾ ഒന്ന് പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു ഇതിനാണ് ഈ സത്യത്തിൽ ഞാൻ പോയി ചേർന്നത്. പക്ഷേ ഇവിടെ വന്ന് ചേർപ്പിച്ചതാ, എങ്കിലും എനിക്ക് താല്പര്യമില്ല. ഇവിടെ അതെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടല്ലേ, ഉദ്യോഗസ്ഥരെല്ലാം കൂടെ സാർമാരെല്ലാവരും കൂടെ വന്ന് നമ്മുടെ ഷിനോയും അങ്ങനെ ഷിബുവും അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ചേർപ്പിച്ചതാണ്. പക്ഷേ ശരി ചേർന്ന് പറഞ്ഞു, എനിക്ക് മടിയായിരുന്നു. പിന്നെ റാണി ചേച്ചിയുടെ പറ്റിയതില്ല ആ സത്യത്തിൽ ചേർന്നത്. റാണി ചേച്ചി കാരണമാണ് ഞാൻ ഡ്രൈവിങ് പഠിച്ചത്. അത് എനിക്ക് കുറേ കാര്യങ്ങൾ ചേച്ചിയിലൂടെ നേടിയെടുക്കാൻ പറ്റി. ചേച്ചിയുടെ ആ ഒരു എന്നാ പറയുന്നത്, അത്രയ്ക്കും നമുക്കൊരു ധൈര്യം, നമുക്ക് ഒരു മോട്ടിവേഷൻ. നിനക്ക് പറ്റൂടി, പറ്റും കൊച്ചേ, എനിക്ക് പറ്റുമെങ്കിൽ നിനക്കെന്താ പറ്റത്തില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ചെയ്യിപ്പിക്കും, പറഞ്ഞു ചെയ്യിപ്പിക്കും. ചേച്ചി പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാൻ ചെയ്യാത്തുള്ളൂ, ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. എന്താ അമ്മേ, ഈടെ എല്ലാം കഴിഞ്ഞിടയ്ക്കെല്ലാം പറയുമായിരുന്നു, എന്നെ പറഞ്ഞാൽ നീ അത്യാവശ്യം ഇച്ചിരി ഇംഗ്ലീഷ് കൂടെ പഠിക്കണമെന്ന്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാനായിട്ടൊക്കെ ചാൻസ് കിട്ടും, അപ്പോൾ നീ ഇംഗ്ലീഷ് അറിയാതിരിക്കണം, നമുക്ക് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാതിരിക്കണമെന്ന്. പക്ഷെ ഞാൻ ഇതുവരെ മനസ്സ് വെച്ചില്ല, അതാണ് സത്യം. മനസ്സ് വെച്ചാൽ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ അയ്യോ, അതൊക്കെ എന്നാ ദൈവമേ.
ഓർക്കുമ്പോഴേ നമ്മളിങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്നായി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ഒരു നല്ല മനസ്സല്ലേ അത്. എല്ലാവർക്കും ഞാൻ വലിയ ആളാകണം, ഞങ്ങൾക്ക് കാശാകണം, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണോ അങ്ങനെയല്ല ശരിക്കും ആൾക്കാർ ചിന്തിക്കാറ് അല്ലേ. അപൂർവങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും നന്നാകണം, രക്ഷപ്പെടണമെന്ന് കാണുന്നത്. നമ്മളെ ഇങ്ങനെ ചില മനുഷ്യരുണ്ട്, നമ്മൾ കഞ്ഞി വെക്കുന്നത് നമ്മുടെ അടുപ്പിൽ തീ പോകുന്ന വരെ കോണത്തിലോ അതിങ്ങനെ കലിക്ക് സങ്കടപ്പെട്ട് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് വെച്ചു പിറ്റേ ദിവസം അതെങ്ങനെയെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ നടക്കുമോ അതുമില്ല. എന്നാ പറയുന്നത്, പകുതിയായിട്ട് ഇട്ട് തല്ലി അവിടെ ഇടും. അതെന്താണെന്നറിയാം, മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴത്തേ ആ ഉൾക്കുശുമ്പ് അങ്ങ് അറിയാണ്ട് പ്രവൃത്തിയിൽ കാണിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടല്ലോ, എന്നും അധപ്പതനത്തിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ആനയുടെ അത്രയും അണ്ണാനെ വിളിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞോളെ ചിലരുടെ ഒരു പരിപാടികളൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മളായിട്ട് ജീവിക്കുക അല്ലേ. നമ്മൾ എത്ര ആണേലും വന്ന വഴി മറക്കാതിരിക്കുക, സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോവുക, അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. എൻ്റെ ഒരു പോളിസി കേട്ടോ. ഞാനുള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അത് തന്നെയല്ല, എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം പോലെ കിട്ടും. സത്യമായിട്ടും അതെ, എനിക്ക് ദൈവത്താണ് എന്തൊരു കാര്യമാണെങ്കിലും എനിക്കൊരു മനുഷ്യന് കൊടുക്കാൻ മടിയില്ല. എൻ്റെ കയ്യിലുണ്ടോ കൊടുക്കും. നമ്മളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും ഉണ്ടല്ലോ, അയ്യോ ചേച്ചി പൈസ ഇല്ല കേട്ടോ, ഇച്ചിരി പൈസ തരാമോ, പിന്നെ അല്ല സുനിച്ചേട്ടാ അങ്ങനെയാ ഇച്ചിരി പൈസ തരാമോ. നമ്മളെ അത്രമാത്രം ദ്രോഹിച്ചവരായിരിക്കും, നമ്മുടെ കണ്ണുമട്ടത്ത് കണ്ടിട്ടുള്ളതാ. എങ്കിലും ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്നോട് ഒരു പ്രാവശ്യം അങ്ങനെ ഓരോ അനുഭവം കൊണ്ടേ പറഞ്ഞു, ഒരാളിങ്ങനെ ചോദിച്ചേ അത്രമാത്രം നമ്മളെ ദ്രോഹിച്ചവരാ. അത്രമാത്രം എന്ന് വെച്ചാൽ അത്രമാത്രം. പക്ഷേ ചേട്ടാ എന്നോട് വിളിച്ചു പറഞ്ഞി, എൻ്റെ ഈ പൈസ ഇല്ല, നിൻ്റെ ഇല്ലേ സംഘത്തിലൊക്കെ അടയ്ക്കാനായിട്ട് വെച്ചേക്കുന്ന നിൻ്റെ പൈസ ഇല്ലേ, അത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ശരി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അതാണ് ഞാൻ. എന്നെ എത്ര കണ്ട് ദ്രോഹിച്ചാലും ഞാൻ അങ്ങനെയുള്ളവർക്കും തിരിച്ചു ഉപകാരം ചെയ്യത്തേ ഉള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. ദൈവം നന്മ വരുത്തണേന്ന് പ്രാർത്ഥിക്കും നമ്മളെ ദ്രോഹിക്കുന്നവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവം കാക്കും സത്യമായിട്ടും. ഇത് ഞാൻ ചില വീഡിയോസിനകത്തൊക്കെ പറയാറുണ്ട്, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് അയ്യോ അവരുമായിട്ട് വഴക്കിടാനും മല്ലിടാനും പോയാൽ അതിനേ സമയം കാണത്തുള്ളൂ അല്ലേ. പിന്നെ അവർ നമ്മളുമായിട്ട് തമ്മിൽ ഒരു വ്യത്യാസമില്ലുണ്ടാവും. എനിക്കുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും മനസ്സിൽ ഇതൊക്കെ ഉള്ളവരെ കാണാം, ഞാൻ ഇതായിട്ട് ഇങ്ങനെയൊന്നും നടക്കത്തില്ല. ഞാൻ ഒരു സാധാ ഒരു മുഞ്ചിരി ചിരിച്ചിട്ട് ഞാനങ്ങ് പോവും. നമുക്ക് ചെയ്യാൻ പറ്റാതെ കൊടുക്കാൻ പറ്റാതെ ഏറ്റവും വലിയ മറുപടി അതാണ്. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ചിരിയാണ് അല്ലേ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഞാൻ സ്റ്റാറ്റസ് യൂട്യൂബിൻ്റെ ഫോണിനകത്ത് എനിക്കൊരു കുറേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടോ, ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം ഉണ്ട്. അതിനകത്ത് ഒരു മോനുണ്ട് കേട്ടോ, കിരൺ എന്നാണ് അവൻ്റെ പേര്. ആ മോൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഇന്ന് എനിക്ക് അറിയാതെ സങ്കടം വന്നു. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 6 വർഷം കണ്ടായി. അപ്പോൾ അവൻ അച്ഛനോട് സംസാരിക്കുന്ന രീതിയിൽ അച്ഛനടുത്തിരുന്ന് രണ്ടൊരു മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന മാതിരി ഒക്കെ ഉള്ളൊരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. ശരിക്കും എനിക്ക് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണ് അറിയുമോ. എന്നിട്ട് ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ട് മോനെ സാരമില്ല, ഇപ്പം എന്നെ ചെയ്യണ്ടേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇതാകാൻ പറ്റുമോ അല്ലേ. മോനെ നല്ലൊരു മോൻ കേട്ടോ, നല്ലൊരു മോൻ. കഴിഞ്ഞ ഇടയ്ക്ക് അവനോട് ചോദിച്ചു, സിന്ധുമേയുടെ അറിവിൽ അവിടെ എവിടെയെല്ലാം നല്ല പെമ്പിള്ളേരുണ്ടോ, എനിക്ക് കല്യാണം ദുബായിലാണ് കേട്ടോ മോനെ, എനിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് സിന്ധുമേ ആലോചിച്ചോ നോക്കിക്കോന്നൊക്കെ. നമ്മുടെ കുടുംബത്തിലൊന്നും ഇല്ലാണ്ട് പോയി. നല്ല ഒരു പയ്യൻ, നല്ലൊരു മോന്. അങ്ങനെ നമുക്ക് ചില ദിവസം രാവിലെ എണീക്കുമ്പം, പക്ഷേ എനിക്ക് ആ സ്റ്റാറ്റസ് കണ്ടപ്പോൾ സങ്കടം തോന്നി. അവൾക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു അനീതിക്കുട്ടിയുണ്ട്. അവളുടെ കാര്യങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ചങ്ക് പൊടിയുന്ന വിഷമം വരും. പക്ഷേ ഞാൻ അവളുടെ അടുത്തുണ്ടല്ലോ പോവറായിട്ട് നിൽക്കും. അതങ്ങനെയല്ല മോനെ, ഇതിങ്ങനെയല്ല മോനെ, കൊച്ചങ്ങനെ നിൽക്കണം, മോള് നീ വേണ്ട ഉമ്മയെയും ആങ്ങളെയും എല്ലാം ഇതാക്കാനായിട്ട് സ്ട്രോങ് ആക്കാനായിട്ട് നീ പവറായിട്ട് നിൽക്കണം, അങ്ങനെയാണ് നിൽക്കും. പക്ഷേ അതിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് കരയും, അതിൻ്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ. എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ കുറേ പിള്ളേരുണ്ട്. രാവിലെ ഇന്ന് എന്നെ പറഞ്ഞില്ല, ആ മോൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നെങ്കിലും ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടപ്പോൾ അവൻ നല്ല കുറേ മെസ്സേജുകൾ ഇട്ടു, പപ്പായെക്കുറിച്ചും നമ്മുടെ ചേട്ടായിനെ കുറിച്ചും ഒക്കെ. അത്രയും നല്ല സ്നേഹമായിട്ട് ഇരിക്കുന്ന ഒരു പപ്പായൊക്കെ അല്ലേ സിന്ധുമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഉഷാറായി. ഇന്നത്തെ രാവിലെ തന്നെ നല്ലൊരു ഉഷാറാണല്ലോ അത്. അങ്ങനെ ചില ദിവസമുണ്ട് നമുക്കൊരു പോസിറ്റീവ് കിട്ടുന്നത് അല്ലേ. മറ്റൊരാളിൽ നിന്നാണെങ്കിലും നമുക്ക് എന്നാ പറയുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ആണെങ്കിൽ നല്ലതാണ്. പക്ഷേ ചിലരിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നത് എന്നതായിരിക്കും പോസിറ്റീവ് ആയിരിക്കുമോ എൻ്റെ അമ്മോ. ചിലരെ കണികണ്ട, ചില പണ്ടൊക്കെ ഉള്ളവർ പറയുന്നത് എങ്ങനെ, അയ്യോ ഇന്നത്തെ എൻ്റെ കാര്യം പോക്ക, ഇന്നയാളെ കണികണ്ടത് എന്ന് പറഞ്ഞാൽ ചിലർ എന്തെങ്കിലുമൊക്കെ ഇതായാൽ അന്നത്തെ ദിവസം പോകാം. പക്ഷെ ഇന്ന് ഈ ഇപ്പം സമയം വരെ എനിക്ക് എന്നാണെങ്കിലും ഒരു സന്തോഷവും ഇതൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു.
കുറേ അധികം പണികൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ ഈ ഒരു വീഡിയോയും കൂടി എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊരു 2-3 വീഡിയോ വേണ്ടേ, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കി വെച്ചുകൊണ്ടേ എനിക്ക് സമയങ്ങളിൽ അങ്ങോട്ട് പ്ലേ ചെയ്താൽ മതിയല്ലോ, പബ്ലിക്കാക്കിയാൽ മതിയല്ലോ. എനിക്കൊരു കൃത്യനിഷ്ഠയുണ്ട് എൻ്റെ ജോലിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയതായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ മോനായി മരിച്ചപ്പോൾ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ 1-2 മരണകാര്യങ്ങളൊക്കെ വന്നപ്പോഴെങ്ങാണ്ടൊക്കെ 5-6 ദിവസങ്ങളിലൊക്കെ ഇടാണ്ടിരുന്നതല്ലാണ്ട് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു ദിവസമൊക്കെ അത്രമാത്രം വയ്യാണ്ടി അങ്ങനെയൊക്കെ വന്നാലല്ലാണ്ട് ഞാൻ ഇതുവരെ പെൻഡിങ് ആക്കിയിട്ടില്ല വീഡിയോ. എല്ലാ ദിവസവും കാര്യം 1000 പേരൊക്കെ കാണുന്നതായിരിക്കും, എങ്കിലും ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടല്ലോ വീഡിയോ ഇല്ലെങ്കിൽ ടെൻഷനാണ്. അതുകൊണ്ട് ടൂർ പോകാനായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരുങ്ങിയിട്ടില്ല. പക്ഷേ വീഡിയോ സെറ്റാക്കി. ഇനി ഈ ഒരു വീഡിയോ കൂടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നോളം വരെ എനിക്ക് സമാധാനമായി. ഇത് എടുക്കുന്ന വീഡിയോ കൂടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാമല്ലോ സമാധാനപരമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഞാൻ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവലോടനോട് ഇടിച്ചു പിടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.